പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 വൊക്കേഷണൽ വിഷയമായ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ഏപ്രിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം +2 കൊടുക്കുന്ന ഒരു വിഷയമാണ് ഒക്കേഷണലായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ. ഇപ്പോൾ ഒക്കേഷണൽ വിഷയം നിർബന്ധമില്ല, മുമ്പ് നിർബന്ധമായിരുന്നു, വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ്. 100 മാർക്കിന്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ 70 മാർക്ക് ഇതിൽ പ്രാക്ടിക്കലാണ്, അസൈൻമെന്റ് ഇല്ല. 30 മാർക്ക് തിയറിയാണ്. അതിൽ ഏകദേശം 12-13 മാർക്ക് എഴുതി പാസ്സാകാൻ മതി. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആദ്യം 1/2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ 1 മാർക്കിന്റെ, പിന്നെ 2 മാർക്കിന്റെ, ഈ രീതിയിലാണ് കാണുന്നത്. ഇതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 1 മാർക്കിന്റെ വിവിധ 1 മാർക്കിന് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ആൻസറുകൾ എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ഡിഫൈൻ ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 6 ടൈപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് OS എന്നാണ്. അതൊരു സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ 2 രീതിയുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് നിർബന്ധമായിട്ട് വേണ്ട സോഫ്റ്റ്വെയർ ആണ്. അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡ് കോമൺ സർവീസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1 മാർക്കിന് എത്ര മതി? അതിന്റെ ഉദാഹരണം ലിനക്സ്, വിൻഡോസ് ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ രണ്ടാമത്തെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. എന്താണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഡാറ്റാബേസ് ആണ്. അപ്പൊ ഡാറ്റാബേസ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാന്, എഡിറ്റ് ചെയ്യാന്, മെയിൻറ്റെയിൻ ചെയ്യാന്, റെക്കോർഡ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് റെക്കോർഡ്, ക്രിയേഷൻ ആൻഡ് ഡാറ്റ എൻട്രി, ഡാറ്റ എഡിറ്റിംഗ്, അപ്ഡേറ്റ്. ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഡാറ്റ അപ്ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, റിപ്പോർട്ടിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഈ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഷെയറിംഗ് റിസോഴ്സ്. ഒരു കൂട്ടം കമ്പ്യൂട്ടറുകൾ പരസ്പരം എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ്. ഓൺ പ്രൊവൈഡഡ് ബൈ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് രീതിയിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ. വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. പിന്നെ വരുന്നത് എക്സ്റ്റേണൽ മോഡാണ്. എക്സ്റ്റേണൽ മോഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ്. ദാറ്റ് എനേബിൾ എ കമ്പ്യൂട്ടർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ സിസ്റ്റം. കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ടൊക്കെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മോഡ് എന്ന് പറയുന്നത്. അതായത് ഇന്റർനെറ്റ് വഴിയാകാം, അത് കണക്റ്റഡ് ആയിട്ടുള്ള ഫോൺ ലൈൻ ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മോഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് DSL കണക്ഷൻ. എന്താണ് DSL കണക്ഷൻ എന്ന്? DSL കണക്ഷൻ ടൈപ്പ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ ആണ്. ദാറ്റ് യൂസ് എക്സിസ്റ്റിംഗ് ടെലിഫോൺ. ഇത് നമ്മൾ നിലവിലുള്ള ടെലിഫോൺ ലൈന് ടു ട്രാൻസ്ഫർ. ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് DSL. ഇതിന് ഭയങ്കര സ്പീഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് വണ്ണാണ് ഫോം. എന്താണ് ഫോം? കമ്പ്യൂട്ടർ ബേസിൽ എന്താണ് ഫോം എന്നുള്ളത്? ഓക്കെ, എ ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് യു ക്യാൻ യൂസ് എൻ്റർ. നമുക്ക് എൻ്റർ ചെയ്യാന്, എഡിറ്റ് ചെയ്യാന്, ഡിസ്പ്ലേ ചെയ്യാന് ഡാറ്റ ഫ്രം എ ടേബിൾ. ഡാറ്റകൾ ഒരു ടേബിൾ രൂപത്തിലോ കുറി രൂപത്തിലോ എൻ്റർ ചെയ്യാന്, എഡിറ്റ് ചെയ്യാന്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് ഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സർട്ടൻ യൂസേഴ്സ് മേ നോട്ട് നീഡ് ടു സീ ഓൾ ദി ഫീൽഡ് ഓഫ് ടേബിൾ എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഇതേ മോഡലിലാണ് നമുക്ക് ഇനി 2024 ഒക്ടോബറിലും 2025, 2026 ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അസൈൻമെന്റ് സോൾവ്ഡ് അവൈലബിൾ ആണ്.
ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ളത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം, ലീവിന് നാട്ടിൽ വരുന്ന എക്സാം എഴുതാം. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷനിലുള്ള SSLC +2 മൊബൈലിൽ ഇരുന്ന പരീക്ഷ എഴുതേണ്ട രീതി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.